ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള കിങ് ഫിഷ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും വേണമെങ്കിൽ നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും നമ്മൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 കിങ് ഫിഷ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ നേർമയായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് നമ്മൾക്ക് മുളക് പുരട്ടി വെക്കണം. അപ്പോൾ നമ്മൾ മുളക് പുരട്ടുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ പുരട്ടി വെക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫ്രൈ ചെയ്ത ഫിഷിന് എന്ത് ഫിഷാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾക്കിതിനെ പുരട്ടി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫിഷിലൊക്കെ നല്ല മുളകൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് ഫ്രൈ ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് തണുപ്പാണ് കേട്ടോ, അതാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ. നമ്മൾ ശരിക്കും ഇതെന്താ ഇങ്ങനെ ചൂടല്ലേ ഇപ്പം നമ്മളെ നാട്ടിലല്ലല്ലോ ഉള്ളത്. ഞാൻ ഇപ്പം ദുബായിലല്ലേ ഉള്ളത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട്. തണുപ്പിന് അറുതി വരാൻ വേണ്ടി പോകുന്നു. കാരണം അതുകൊണ്ടാണ് ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ആകെ നാശകോശമായത് ഇപ്രാവശ്യം. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഭാഗം റെഡിയായി. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു കയ്യിൽ മൊബൈലാണ് കേട്ടോ, മറ്റേ കൈ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, കാരണം എൻ്റെ കയ്യിൽ മൊബൈൽ സ്റ്റാൻഡ് ഇല്ല. ഞാൻ ഇവിടെ കുറേ നോക്കി, ഭയങ്കര റേറ്റ്. പിന്നെ വിചാരിച്ച് വെറുതെ വാങ്ങിയിട്ട് എന്തിനാ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയില്ല. അപ്പോൾ ഇവിടെ തൽക്കാലം 2 മാസത്തേക്ക് നിൽക്കുന്നത് ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. അപ്പോൾ നമ്മൾക്കിതിന് റോസ്റ്റ് ചെയ്യണ്ടേ. അപ്പം ഞാനിവിടെ 2 സവാള, വലിയ സവാള, 1 തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഓക്കെ, അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തതാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ തന്നെ നമ്മൾക്കിത് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉള്ളിക്കൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. 1 കിലോ ഉള്ളിക്ക് ഏകദേശം ഒരു 6.5 ദിർഹം ഉണ്ട് ഇവിടെ. പണ്ടെല്ലാം ഞാൻ 90 ഫിൽസിനൊക്കെയാണ് ഞാൻ ഉള്ളി വാങ്ങിയിട്ടുണ്ടായത്. ഇപ്പോൾ ഇവിടെ 6.5 ദിർഹം ഒരു കിലോ ഉള്ളിക്ക്. നല്ല റേറ്റായി. നാട്ടിലെ നല്ല പൈസയാണ് ഇവിടെ ഉള്ളിക്ക്. ഓക്കെ, അപ്പം കണ്ടും കേട്ടിട്ട് നമ്മൾ ഉള്ളി ഉപയോഗിക്കുക. പക്ഷേ എനിക്ക് സവാള ഇല്ലാണ്ട് ശരിയാവില്ല കേട്ടോ. നല്ലോണം എനിക്ക് സവാള വേണം. സവാള ഇല്ലാതെ എനിക്ക് ഒരു തൃപ്തിയും വരില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതാ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല സ്മെല്ല് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും നല്ലപോലെ റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഉമ്മ പൊടിച്ച മുളക് പൊടിയാണ്. ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിൽ മിക്സാണ്. അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അങ്ങനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ അടുത്തത് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി കാണാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളമാണ്. ഒരു നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. അത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിലെ മസാലയൊക്കെ നല്ല പോലെ എല്ലാം മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കാൻ, ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഓക്കെ, ഇത് നല്ലപോലെ യോജിപ്പിച്ച്
കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുന്നത്. എന്ത് ഫിഷാണ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. കറി കൂട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഫുള്ളായിട്ടില്ല എല്ലാ ഫിഷും ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നില്ല. ഒരു 3-4 ഫിഷ് മാത്രമേ ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫിഷിൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി മാത്രം. കാരണം ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയില്ലേ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മൾക്ക് കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾക്കിതൊരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾക്കിത് കവർ ചെയ്തിട്ട് 5-10 മിനിറ്റ് വെക്കാം. അപ്പോൾ ഇതാ 5-10 മിനിറ്റ് ഇട്ടാ കഴിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഇതാക്കി കഴിഞ്ഞാൽ ഷെയ്ക്കായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം എന്നിട്ട് നമ്മൾക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി തൂകിയിട്ട് നമ്മൾക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള നമ്മളുടെ കിങ് ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ കിങ് ഫിഷ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.